ജബൽപൂരിൽ നിയമപരമായ നടപടിയെടുക്കും. മറ്റു ചോദ്യങ്ങളൊക്കെ ബ്രിട്ടാസ് അങ്ങ് വീട്ടിൽ പോയി വെച്ചാൽ മതി എന്നാണ്. ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാണ്. അല്ല, എനിക്കിപ്പം നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ചോദിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ സുരേഷ് ഗോപി എന്റെ ശത്രുവൊന്നുമല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രതിയോഗി മാത്രമാണ്. അദ്ദേഹം ശത്രുവായി കാണുന്ന പോലെയാണ് പെരുമാറുന്നത്. അല്ല, ഇന്നലെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഞാനിതെല്ലാം ഉന്നയിച്ച ശേഷം പുറത്തിറങ്ങിയിട്ട് വളരെ ഊഷ്മളതയോട് കൂടിയിട്ട് അദ്ദേഹം എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു നടനകലയിലുള്ള ഒരു വൈഭവം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കാം. അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു വീര്യമുണ്ട്, അല്ലെങ്കിൽ ഉഷിരുണ്ടെന്നൊക്കെ തോന്നിപ്പിക്കുന്നതായിരിക്കും. പക്ഷെ എനിക്ക് എന്റെ മിത്രമായിട്ടുള്ള സുരേഷ് ഗോപിയോട് പറയാനുള്ളത്, രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യം മൂപ്പർക്കുണ്ട്. പക്ഷെ ആ മിത്രം ഇന്ന് കൊച്ചിയിൽ വളരെ മോശമായിട്ടാണ് മാധ്യമപ്രവർത്തകരുടെ ചോദിച്ച മാധ്യമങ്ങളെ ആക്ഷേപിക്കുക, അതുപോലെ താങ്കളെ ആക്ഷേപിക്കുക. യഥാർത്ഥത്തിൽ ഒരു ഉത്തരവാദപ്പെട്ട പദവിയിലിരിക്കുന്ന ആളിന് ചേരുന്നതാണോ? വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊക്കെ തരത്തിലൊക്കെ. അല്ല, ഞാനെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, സുരേഷ് ഗോപി പറയുന്നതിനെ നമ്മൾ സീരിയസ് ആയി എടുക്കരുത്. ഇത് സുരേഷ് ഗോപി പറയുന്നതിനെ സുരേഷ് ഗോപി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല. സുരേഷ് ഗോപിയുടെ പാർട്ടി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല. സുരേഷ് ഗോപി ഏത് പാർട്ടിയിലാണെന്നുള്ള കാര്യം സുരേഷ് ഗോപിക്ക് അറിയില്ല, BJPക്ക് സംശയമുണ്ട്. അങ്ങനെ ഒരു വ്യക്തി പറയുന്ന കാര്യത്തിന്റെ ഓരോ സൂക്ഷ്മതലങ്ങളും നമ്മൾ വിലയിരുത്തി അതിനെ നമ്മൾ എന്താ പറയുക തൂക്കി നോക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, അതായത് കാലിക രാഷ്ട്രീയത്തെക്കുറിച്ച് ജനപ്രതികൾ സംസാരിക്കുമ്പോൾ കുറേയും കൂടി സഭ്യമായിട്ട് അദ്ദേഹത്തിന് വേണേൽ അതിനോട് പ്രതികരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയില്ല. എന്നാ കാരണം വെച്ചാൽ അദ്ദേഹം ദീർഘകാലം ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒരു സഹായത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം വിരാജിച്ചത്. അദ്ദേഹത്തിന്റെ സിനിമ നടനെന്നുള്ള പരിവേഷമാണ് അദ്ദേഹത്തെ വിജയിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ അതിന് സഹായകരമായത്. അപ്പോൾ BJP അല്ലെങ്കിൽ ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഈ മീഡിയയുടെ ഇതിവൃത്തങ്ങളൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹം തന്നെ മുൻകൈ എടുത്തിട്ട് ഈ രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി നിങ്ങൾ മാധ്യമങ്ങൾ കൂടി വേണമെങ്കിൽ മത്സരിച്ചിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു സഹായം ചെയ്തു കൊടുക്കാവുന്നതാണ്. കുറേയും കൂടി യുക്തിഭദ്രമായിട്ട് എങ്ങനെയാണ് രാഷ്ട്രീയ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തെ ഒന്ന് ഗൈഡ് ചെയ്യാന്നാണ്. നമ്മുടെ സുഹൃത്തല്ലേ, നമ്മുടെ ഒരു ജനപ്രതിയല്ലേ, അദ്ദേഹത്തിന് ഇങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമുണ്ടോ? ഇന്നലെ രാജ്യസഭയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കേരളീയ സമൂഹത്തിലടക്കം രാജ്യത്താകെ വലിയ ചർച്ചയായിട്ടുണ്ട്. അതിലൊന്ന്, BJP നിരയിൽ എമ്പുരാനിൽ കാണുന്നത് പോലെ ഒരു മുന്നേ കാണാമെന്ന് താങ്കൾ പറയുകയുണ്ടായി. അത് സ്വാഭാവികമായും ആ മുന്നേ ആരാണെന്നുള്ള നിലയിലേക്ക് ആളുകളിൽ ചില തോന്നലുകൾ വന്നത് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ടോ? രണ്ട്, നേമത്തെ അക്കൗണ്ട് പൂട്ടിയതുപോലെ തൃശൂരെ അക്കൗണ്ടും കേരളത്തിൽ ഇടതുപക്ഷം പൂട്ടിക്കും എന്ന് താങ്കൾ ഇന്നലെ പറഞ്ഞു. സ്വാഭാവികമായും ഇതൊക്കെ രാഷ്ട്രീയമായ മറുപടിക്കപ്പുറം ചൊടിപ്പിക്കുന്നതിലേക്കായിരിക്കും അദ്ദേഹത്തെ കൊണ്ടുപോയത്. ഏറ്റവും രസകരമായൊരു കാര്യം, ഞാൻ മാത്രമല്ല, പ്രതിപക്ഷ നിരയിലെ DMKയുടെ നേതാവ് തിരുച്ചി ശിവി ഉൾപ്പെടെ, സമാജ്വാദി പാർട്ടി നേതാവ് രാംഗോപാൽ യാദവ് ഉൾപ്പെടെ, അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇന്നലെ എഴുന്നേറ്റെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ജോൺ ബ്രിട്ടാസ് മുന്ന എന്നും ജൂദാസ് എന്നും രണ്ട് പേരുകളാണ് പറയുന്നത്. അത് ഞാനാണെന്നും പറഞ്ഞിട്ട് സുരേഷ് ഗോപി ഇന്നലെ എഴുന്നേറ്റെന്ന് അവർ ചോദിക്കുന്നു. ഞാൻ സുരേഷ് ഗോപിയാന്ന് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ രാഷ്ട്രീയ സംഭാഷണത്തിൽ, പ്രതിപാദനത്തിൽ ചില ഇമേജസ് നമ്മൾ ഉപയോഗിക്കും സ്വാഭാവികമായിട്ട്. ഇപ്പം 30 വെള്ളിക്കാശിന് ജൂദാസ് ഒറ്റുകൊടുത്ത പോലെ എന്നൊക്കെ പറയാറുണ്ട്. അത് രാഷ്ട്രീയത്തിലൊരു പ്രയോഗമാണ്. പക്ഷേ മൂപ്പർക്ക് പെട്ടെന്ന് അങ്ങ് തോന്നി മൂപ്പറാണ് മുന്ന, മൂപ്പറാണ് ജൂദാസ് എന്ന് തോന്നി. യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കി ജോർജ് കുര്യൻ കുറേയും കൂടി ബുദ്ധിപരമായിട്ട് സീറ്റിൽ പതുങ്ങിയിരുന്നു. ഇനി അഥവാ മൂപ്പറ തല വിളിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ട് മൂപ്പർ എഴുന്നേറ്റിട്ടേ ഇല്ല. സുരേഷ് ഗോപി ഒരു നിഷ്കളങ്കനായതുകൊണ്ട് മൂപ്പർ വിചാരിച്ചത് മൂപ്പറെക്കുറിച്ചാണ്, അല്ലെങ്കിൽ മൂപ്പറെക്കൊരു തോന്നലുണ്ടായി അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എഴുന്നേറ്റ് വന്നു. പ്രതിപക്ഷ നിരയിലെ ആൾക്കാരെല്ലാം പറഞ്ഞു, അത് നിങ്ങളെക്കുറിച്ചല്ലല്ലോ പറഞ്ഞു, നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ടും അദ്ദേഹം ഏതൊക്കെയോ സിനിമകളുടെ പേര് പറയുന്നു, 51 വെട്ടിന്റെ കാര്യങ്ങൾ പറയുന്നു. കേരളത്തിൽ ഒരു സിനിമയെ നിരോധിക്കണമെന്ന് ഞാനും പറയില്ല, ഞാൻ പ്രദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല. ശരിയാണ്, അതായത് സർഗാത്മകമായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, വസ്തുതാപരമായി നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്കിൽ ഇടേണ്ട ചില പടങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട് ഈ രാഷ്ട്രീയ പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട്, കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ളത്. അതിനൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബ്രാൻഡ് അംബാസഡർ ആയെന്നുള്ള കാര്യവും നമ്മൾ മറക്കണ്ട. പക്ഷേ ആ സിനിമയൊക്കെ അവോളം ഇവിടെ കളിച്ച് ജനങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു പൂച്ചക്കുഞ്ഞ് പോലും അത് കാണാൻ പോയില്ലെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാവുന്നതാണ്, അതായത് ഈ 51 വെട്ട് എന്നുള്ളത് BJPക്ക് നിയന്ത്രണമുള്ള സ്വാധീനമുള്ള ഏതെങ്കിലും ചാനലിൽ കാണിക്കട്ടെ എന്ന്. അതിനെന്താ കുഴപ്പമിരിക്കുന്നത്? BJP അധ്യക്ഷന് തന്നെ നിയന്ത്രണമുള്ള ചാനലുകളില്ലേ, അല്ലെങ്കിൽ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ചാനലുകളില്ലേ, അവിടെ കാണിച്ചോട്ടെ. ആരെങ്കിലും അത് വേണ്ടാന്ന് പറയുന്നുണ്ടോ? ഇപ്പം വേണമെങ്കിൽ ഒരു ടൈം സ്ലോട്ട് എടുത്തിട്ട് കാണിച്ചോട്ടെ, നല്ല കാര്യമല്ലേ. അതിന് പകരം എന്തിനാണ് അദ്ദേഹം കൈരളി കാണിക്കുമോ എന്ന് പറയുന്നത്? കൈരളിക്ക് ഇങ്ങനെയുള്ള പടങ്ങളൊന്നും കാണിക്കാനുള്ള
എന്താ വകതിരില്ലായ്മയില്ല. അതുകൊണ്ട് നമ്മൾ കാണിക്കുന്നത്. കൈരളിയുടെ ചെയർമാനെയും സഭയിലേക്ക് വലിച്ചിഴക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. അതേ പുള്ളി പക്ഷേ ഈ സ്ക്രിപ്റ്റിന്റെ അഭാവമായതുകൊണ്ട് പുള്ളി പകുതി എത്തിക്കഴിയുമ്പോൾ പുള്ളിക്ക് മനസ്സിലായി അതൊരു അപകടമാണെന്ന്. ഉടനെ ഈസ് എ നോബിൾ മാൻ എന്ന് പറഞ്ഞു. എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി ഇത് അപകടകരമായിട്ടുള്ള വഴിത്താരയിലൂടെയാണ് താൻ പ്രയാണം ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായപ്പോൾ അദ്ദേഹം ട്രാക്ക് മാറ്റി. ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ 2 ദിവസം കഴിയുമ്പോൾ അത് മാറ്റിയേക്കാം സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ ഒരു കേന്ദ്ര സഹമന്ത്രിയാണെന്നുള്ളത് കറക്റ്റാണ്, പക്ഷേ ഗൗരവത്തിലെടുക്കരുത്. അദ്ദേഹത്തിനോട് നമ്മളൊരു സഹാനുഭൂതി നമ്മൾ പ്രകടിപ്പിക്കണം. അത് സമൂഹ മാധ്യമങ്ങളിൽ ഒരു മുന്നാ ഗോപി എന്നുള്ളൊരു പേര് വീഴുന്നതിന് പോലും ഇന്നലത്തെ രാജ്യസഭയിലെ ചർച്ച ഇടവരുത്തി. യഥാർത്ഥത്തിൽ ഞാനങ്ങനെ ഒരു പ്രയോഗം രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളില്ലേ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതല്ലേ? രാഷ്ട്രീയത്തിൽ മാത്രമല്ലല്ലോ, മാധ്യമപ്രവർത്തനങ്ങളിലുമില്ലേ ഇങ്ങനെയുള്ള 5-ാം പത്തി, മറ്റേ യുദാസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പോൾ ഇത് ഞാൻ തന്നെയാണെന്ന് പുള്ളിക്ക് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ ഒരു കുറ്റബോധം കൊണ്ടായിരിക്കാം. അദ്ദേഹം അല്പം നിഷ്കളങ്കനാണ്, അതുകൊണ്ടായിരിക്കും സംഭവിച്ചു. ഞാൻ വിചാരിക്കണതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു അഭിനയ മികവിന്റെ ഒരു പ്രതിഫലനാണ്. അതെ, അദ്ദേഹം ഒരു നടനാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും. അതുകൊണ്ട് വ്യത്യസ്ത ഭാവതലങ്ങൾ ആർജിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഒരു സർഗശേഷിയായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. പക്ഷെ നിങ്ങൾക്ക് വേറെ രീതിയിൽ കാണുന്നതിന് ധാരാളം ഞാൻ പറയും. ഇതിനകത്ത് ബിജെപിയുടെ അപകടകരമായ വർഗീയ രാഷ്ട്രീയത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന എമ്പുരാനിലെ ആ മുന്ന എന്ന കഥാപാത്രത്തെ ഓർക്കാനും അത് ഈ പ്ലോട്ടിലേക്ക് കൊണ്ടുവരാനും ചിന്തിച്ചത് എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളോട് ചോദിക്കുമ്പോൾ മുസ്ലിങ്ങൾ പറയില്ലേ മുന്നേ ഉണ്ട് എന്ന് ബിജെപിയിൽ. വടക്കുകിഴക്കൻ പ്രദേശത്തെ ക്രൈസ്തവരോടോ കുക്കികളോടോ മേത്തികളോട് ചോദിക്കുമ്പോൾ പറയില്ലേ മുന്നേയുണ്ട് ജൂദാസ് ഉണ്ടെന്ന് പറയില്ലേ? കേരളത്തിൽ തന്നെ ചില ആൾക്കാരോട് ചോദിക്കുമ്പോൾ പറയില്ലേ മുന്നേയുണ്ട് ജൂദാസ് ഉണ്ടെന്ന് പറയില്ലേ? ഒരേ സമയത്ത് ഉത്തരേന്ത്യയിൽ പള്ളികൾ ആക്രമിക്കുമ്പോൾ ഇവിടെ അരമന കയറിയിട്ട് കേക്ക് വിതരണം ചെയ്യണമെങ്കിൽ അത് മുന്നമാർക്കും ജൂദാസുമാർക്കല്ലേ കഴിയുള്ളൂ. ആ ഒരു പ്രത്യേക സിദ്ധി. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള മുന്നമാരെയും ജൂദാസുമാരെയും ദേശീയ രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ 2 പ്രയോഗങ്ങൾ നടത്തിയ ശേഷം പ്രതിപക്ഷ നിരയിലുള്ള ആൾക്കാർ കൂടി ആ പ്രയോഗം നടത്താൻ ശ്രമിച്ചു. എന്താ കാരണം? നിത്യേന വന്നോണം അവർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരേ സമയത്ത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയും. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ബുൾഡോസറുകൾ അവരുടെ വീടുകളിലേക്ക് പോകും. അതൊരു മുന്നേയുടെ പ്രക്രിയയല്ലേ? അതൊരു ജൂദാസിന്റെ പ്രക്രിയയല്ലേ? സ്വാഭാവികമായിട്ടും ഈ 2 വ്യക്തിത്വങ്ങൾ, ഈ മുന്നയും ജൂദാസും അനുനിമിഷം നമ്മുടെ മുമ്പിലേക്ക് ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുകയല്ലേ? പക്ഷെ 2 മലയാളികളായ നേതാക്കന്മാർ മലയാളത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് എത്രത്തോളം നല്ല കാര്യമാണ്? ഏറ്റുമുട്ടണമെന്നല്ല, ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ സുരേഷ് ഗോപി ഞാനിപ്പോൾ ഉദാഹരണം പറയും എത്ര ലാഘവത്തോടെ കണ്ടിരുന്നത്. അദ്ദേഹം ഇപ്പോൾ എന്റെ വീട്ടിൽ വന്ന് പറയണമെന്നൊക്കെ പറയുമ്പോഴും എനിക്ക് അദ്ദേഹത്തോട് സഹാനുഭൂതി, സ്നേഹമുള്ള. എന്താ കാരണം വെച്ചാൽ അദ്ദേഹത്തെ ആ രീതിയിൽ കാണണം. അദ്ദേഹം പറയണ ഓരോ വാക്കിനെയും ഗൗരവത്തോടെ കണ്ടിട്ട് അത് വിലയിരുത്തിയിട്ട് അതിനനുസരിച്ചുള്ള പദപ്രയോഗങ്ങൾ ഞാൻ നടത്തേണ്ട കാര്യമില്ല. നമ്മൾ ഓരോ വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ അതനുസരിച്ചല്ലേ പെരുമാറുന്നത്. അദ്ദേഹത്തിന് പകരം വേറൊരു രാഷ്ട്രീയ നേതാവാണത് പറഞ്ഞെങ്കിൽ നമ്മൾ വേണമെങ്കിൽ കുറേയും കൂടി ഗൗരവത്തോടെ പ്രതികരിക്കും. ഇപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ അദ്ദേഹത്തിന്റെ പാർട്ടി കാണുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് കാണുന്നുണ്ടോ? ഉദാഹരണത്തിന് പാർലമെന്റിൽ കഴിഞ്ഞ വർഷം മുമ്പ് അദ്ദേഹം ഞാൻ ഈ ടൂറിസം സർക്യൂട്ടിനെ കുറിച്ച് ചോദിച്ച സമയത്ത് അദ്ദേഹം എഴുന്നേറ്റ് 6 മാസം കഴിഞ്ഞ് അടുത്ത ബജറ്റ് വരും അപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല. അതിനുശേഷം പിന്നെ ബജറ്റും വന്നു, കാണിക്കലുണ്ടായില്ല. ഞാനൊന്നും റേസ് ചെയ്യാൻ പോയില്ല. എന്നാ കാരണം വെച്ചാൽ അതൊക്കെ സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേക വിനോദമായിട്ട് നമ്മൾ കണ്ടാൽ മതി. അപ്പൊ എല്ലാവരെയും നിങ്ങൾ വളരെ ഗൗരവത്തിൽ എടുക്കരുത്. നിങ്ങളോടൊരു അപേക്ഷയാണ്. അദ്ദേഹത്തിന് നമ്മൾ കുറേയും കൂടിയിട്ട് ഒരു എമ്പതിയോടെ, സിമ്പതി എന്നുള്ള വാക്കിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന എമ്പതിയാണ്, ഒരു അനുതാപത്തോടെ കാണാൻ നമ്മൾ ശ്രമിക്കണം. മാധ്യമങ്ങൾ ശ്രമിക്കണം.